നമസ്കാരം. നോക്കാം പ്രധാന വാർത്തകൾ. ക്ഷമിക്കണം, അതിവേഗ വാർത്തകൾ. വ്രതശുദ്ധിയുടെ നിറവിൽ സംസ്ഥാനത്ത് ഇന്ന് ചെറിയ പെരുന്നാൾ. ഈദ്ഗാഹുകളിലും പള്ളികളിലും പെരുന്നാൾ നമസ്കാരം. സ്നേഹത്തിന്റെയും സഹോദര്യത്തിന്റെയും സന്ദേശം പങ്കുവെച്ച് വിശ്വാസികൾ. ഈദ്ഗാഹുകളിൽ ലഹരിക്കെതിരെ പ്രതിജ്ഞയും സന്ദേശവും. ലഹരി വിരുദ്ധ പ്രചരണങ്ങളെ ഇസ്ലാമിക സമൂഹം പിന്തുണയ്ക്കണമെന്ന് പാളയം ഇമാം. സമരം ഘടിപ്പിച്ച് ആശാമാർ. സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുടിമുറിച്ച് പ്രതിഷേധം. രാപ്പകൽ സമരം 50-ാം ദിവസത്തിലെത്തുമ്പോഴാണ് പ്രതിഷേധം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നത്. അവസാനം ആശയും സമരവേദിയിൽ ഉണ്ടാകുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് ആശാപ്രവർത്തകർ വ്യക്തമാക്കി. അനിശ്ചിതകാല നിരാഹാര സമരം 12 ദിവസം പിന്നിട്ടു. 3-ാം ഘട്ട സമരത്തിന് പിന്തുണയുമായി രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകർ. വഖഫ് ഭേദഗതി ബില്ലിലെ KCBC നിലപാടിനെ സ്വാഗതം ചെയ്ത കേന്ദ്ര സർക്കാർ. പ്രീണന രാഷ്ട്രീയത്തിനായി ജനങ്ങളുടെ താൽപര്യങ്ങൾ ഇല്ലാതാക്കരുതെന്നും കേരളത്തിലെ എല്ലാ MP-മാരും ബില്ലിനെ പിന്തുണയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. KCBC നിലപാട് സ്വാഗതം ചെയ്ത് കേന്ദ്ര ധനമന്ത്രിയും രംഗത്തെത്തി. വഖഫിലെ ഭരണഘടനാ വിരുദ്ധ നിലപാടിനെതിരെയാണ് KCBC എന്ന് നിർമ്മല സീതാരാമൻ. ജനപ്രതിനിധികൾ മുനമ്പത്തെ ജനങ്ങളുടെ ന്യായമായ അവകാശങ്ങൾക്കായി വോട്ട് ചെയ്യണമെന്ന് KCBC കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. വഖഫ് നിയമ ഭേദഗതിയെ എതിർക്കണമെന്ന് ആഹ്വാനം ചെയ്ത് പാളയം ഇമാം ഡോക്ടർ VP സുഹൈബ് മൗലവി. വഖഫ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിൻ്റെ ധനമാണ്. അത് ജാഗ്രതയോടെ കൈകാര്യം ചെയ്യണം. വിശ്വാസികളാണ് വഖഫ് സ്വത്തുക്കൾ കൈകാര്യം ചെയ്യേണ്ടതെന്നും ബിൽ പാസ്സായാൽ വഖഫ് സ്വത്തുക്കൾ നഷ്ടമാകുന്നതിന് കാരണമാകുമെന്നും സുഹൈബ് മൗലവി. സംസ്ഥാനത്ത് ഇന്നു മുതൽ 4 ദിവസത്തേക്ക് വേനൽ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യത. അടുത്ത 3 മണിക്കൂറിൽ കണ്ണൂർ ജില്ലയിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ഇടത്തരം മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ്. രാജ്യത്ത് നാളെ മുതൽ നികുതി ഘടനയിൽ നിർണായക മാറ്റങ്ങൾ. പ്രതിവർഷം 12 ലക്ഷം രൂപ വരെ വരുമാനമുള്ളവർ ആദായ നികുതി അടയ്ക്കേണ്ടതില്ല. ഏകീകൃത പെൻഷൻ പദ്ധതിയും നാളെ മുതൽ. ബാങ്ക് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നയത്തിലും മാറ്റം വരും. തിരുവനന്തപുരത്ത് ട്രെയിൻ തട്ടി മരിച്ച IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഊർജിതമാക്കി പോലീസ്. മേഘയുടെ അക്കൗണ്ടിൽ നിന്ന് സുഹൃത്തും IB ഉദ്യോഗസ്ഥനുമായ മലപ്പുറം സ്വദേശി സുകാന്തിന്റെ അക്കൗണ്ടിലേക്ക് പണം മാറ്റിയതായി പോലീസ് സ്ഥിരീകരിച്ചു. ആരോപണ വിധേയനായ സുകാന്ത് ഒളിവിലാണ്. അതേസമയം IB ഉദ്യോഗസ്ഥൻ മുൻകൂർ ജാമ്യത്തിന് ശ്രമം തുടങ്ങി. മേഘയെ സാമ്പത്തികമായി സുഹൃത്ത് ചൂഷണം ചെയ്തെന്നാണ് പിതാവിന്റെ പരാതി. സുകാന്തിന്റെ വിവരങ്ങൾ തേടി പോലീസ് ഉടൻ IBക്ക് കത്ത് നൽകും. റെക്കോർഡുകൾ തകർത്ത് സ്വർണ്ണവില 67,000 കടന്നു. 520 രൂപയാണ് ഇന്ന് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണത്തിന്റെ വിപണി വില 67,400 രൂപയാണ്. കോഴിക്കോട് നാദാപുരത്ത് പെരുന്നാൾ ആഘോഷത്തിനിടെ കാറിൽ പടക്കം പൊട്ടിച്ച സംഭവത്തിൽ 2 പേർക്കെതിരെ കേസ്. ഇയങ്കോട് സ്വദേശികളായ ഷഹറാസ്, റയീസ് എന്നിവർക്കെതിരെയാണ് നാദാപുരം പോലീസ് കേസെടുത്തത്. തിരുവനന്തപുരം നെയ്യാറ്റിൻകരയിൽ ക്ഷേത്രോത്സവത്തിൽ കലാപരിപാടി അവതരിപ്പിക്കാനെത്തിയ കുട്ടികളെ വേദിയിൽ നിന്ന് ഇറക്കിവിട്ട് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ. പരിപാടി അവതരിപ്പിക്കാനെത്തിയ കുട്ടികളിൽ ഒരാളുടെ രക്ഷിതാവ് ഉത്സവ സംഭാവന നൽകാത്തതിലുള്ള പ്രതികാരമാണ് സംഭവത്തിന് പിന്നിൽ. തിരുവനന്തപുരം കഴക്കൂട്ടത്ത് വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി യുവാവിനെ വീട്ടിൽ നിന്നും പിടികൂടി. വീട്ടിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത്. ചെങ്കോട്ടുകോണം ആനന്ദേശ്വരത്ത് തൻസീറിന്റെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കണ്ടെത്തിയത്. മലപ്പുറം വണ്ടൂരിൽ 2 കിലോ കഞ്ചാവുമായി ഇതര സംസ്ഥാന തൊഴിലാളികൾ പിടിയിലായത് ബീഹാർ സ്വദേശികളായ ഗോപാൽകുമാർ സഹനി, ശിവകുമാർ സഹനി എന്നിവർ. കോഴിപ്പറമ്പ് നിന്നും മലപ്പുറം ഡാൻസ് ഓഫ് ടീമും വണ്ടൂർ പോലീസും ചേർന്നാണ് ഇവരെ പിടികൂടിയത്. മലപ്പുറം കോഴിക്കോട് ജില്ലാ അതിർത്തിയായ കടലുണ്ടിയിൽ വൻ MDMA വേട്ട. 350 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിലായത് കോഴിക്കോട് സ്വദേശികളായ ലബീബ്, മുഹമ്മദ് അലി എന്നിവർ. പരപ്പനങ്ങാടി എക്സൈസ് ആണ് ഇവരെ പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഇവർ പിടിയിലായത്.
കണ്ണൂർ കൂട്ടുപുഴയിൽ പോലീസ് ചെക്ക് പോസ്റ്റിൽ വൻ MDMA വേട്ട. ശനിയാഴ്ച രാവിലെ കർണാടകയിൽ നിന്നും കേരളത്തിലേക്ക് കാറിൽ കടത്താൻ ശ്രമിച്ച ഏകദേശം 100 ഗ്രാമോളം വരുന്ന MDMAയുമായി മലപ്പുറം സ്വദേശികളാണ് പിടിയിലായത്. മലപ്പുറം സ്വദേശികളായ മുഹമ്മദ് അലി, സഫ്വാൻ ബാദുഷ എന്നിവരാണ് പിടിയിലായത്. ഇവർ സഞ്ചരിച്ച കാറിന്റെ പിൻ സീറ്റിനടിയിൽ ഒളിപ്പിച്ച നിലയിലായിരുന്നു MDMA. കൊച്ചിയിൽ വൻ MDMA വേട്ട. നഗരത്തിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ 2 ഇടങ്ങളിൽ നിന്ന് രാസലഹരി കണ്ടെത്തി. എളമക്കരയിൽ 500 ഗ്രാം MDMAയുമായി മുഹമ്മദ് നിഷാദിനെയും ആലുവയിൽ 47 ഗ്രാം MDMAയുമായി ഷാജിയെയുമാണ് പിടികൂടിയത്. തൃശൂരിൽ സംസ്ഥാനത്ത് ലഹരിക്കെതിരെ നടക്കുന്ന ഡി-ഹണ്ടിന്റെ ഭാഗമായി പിടിച്ചെടുത്ത കഞ്ചാവും MDMAയും നശിപ്പിച്ചു. തൃശൂർ സിറ്റി ഡ്രഗ്സ് ഡിസ്പോസൽ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ലഹരി വസ്തുക്കൾ നശിപ്പിച്ചത്. തൃശൂർ ആളൂർ SHOയ്ക്ക് സസ്പെൻഷൻ. ലഹരി കേസുകൾ പെരുപ്പിച്ച് കാണിച്ച സംഭവത്തിലാണ് ആളൂർ SHO KM ബിനീഷിനെ സസ്പെൻഡ് ചെയ്തത്. 3 പ്രതികൾ ഉണ്ടായിരുന്ന ഒരു ലഹരി കേസ് 3 കേസുകളായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. അന്വേഷണത്തിൽ കേസുകൾ പെരുപ്പിച്ച് കാട്ടിയെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. എറണാകുളത്ത് ട്രെയിൻ ഇടിച്ച് മരിച്ചയാളുടെ പേഴ്സിൽ നിന്ന് പണം മോഷ്ടിച്ച സംഭവത്തിൽ SIക്ക് സസ്പെൻഷൻ. ആലുവ പോലീസ് സ്റ്റേഷനിലെ SI സലീമിനെയാണ് റൂറൽ SP വൈഭവ് സക്സേന സസ്പെൻഡ് ചെയ്തത്. ട്രെയിൻ ഇടിച്ച് മരിച്ച രാജസ്ഥാൻ സ്വദേശിയുടെ പേഴ്സിൽ നിന്നാണ് SI പണം മോഷ്ടിച്ചത്. ഇടുക്കിയിൽ അജ്ഞാത ജീവിയുടെ ആക്രമണത്തിൽ 2000 കോഴികൾ ചത്തു. രാജാക്കാട് മമ്മട്ടിക്കാനത്തെ കോഴി ഫാമിലെ കോഴികളെയാണ് അജ്ഞാത ജീവി ആക്രമിച്ചത്. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി ഫാം ഉടമ പുറക്കുന്നേൽ വീട്ടിൽ നരേന്ദ്രൻ പറഞ്ഞു. വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. താനൂർ ദേവദാർ സ്കൂളിന് സമീപം റെയിൽവേ ട്രാക്കിൽ പുലർച്ചെ ട്രെയിൻ തട്ടി യുവാവ് മരിച്ചു. ഏകദേശം 35 വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. മരിച്ചയാളെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. പുലർച്ചെയാണ് അപകടം നടന്നതെന്നാണ് സൂചന. താനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിവരം അറിയിച്ചതിനെ തുടർന്ന് അരമണിക്കൂറോളം തിരച്ചിൽ നടത്തിയതിനിടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. താനൂർ പോലീസും തിരൂർ റെയിൽവേ പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മൃതദേഹം തിരൂർ ഗവൺമെന്റ് ഹോസ്പിറ്റൽ മോർച്ചറിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തിരുവനന്തപുരം വർക്കലയിൽ ആൾക്കൂട്ടത്തിനിടയിലേക്ക് വാഹനം ഇടിച്ചു കയറി അമ്മയും മകളും മരിച്ചു. പേരേറ്റിൽ സ്വദേശികളായ രോഹിണി, മകൾ അഖില എന്നിവരാണ് മരിച്ചത്. ഉത്സവം കണ്ടു മടങ്ങവേ നിയന്ത്രണം വിട്ട റിക്കവറി വാൻ ആൾക്കൂട്ടത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. കല്ലമ്പലം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. തിരുവനന്തപുരം വിതുരയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് 17-കാരൻ മരിച്ചു. മരിച്ചത് വിതുര ഹയർ സെക്കൻഡറി സ്കൂൾ +1 വിദ്യാർത്ഥി മുഹമ്മദ് നൈഫ്. വിതുര ഭാഗത്തു നിന്നും ചേന്നാമ്പാറ ഭാഗത്തു നിന്നും വന്ന ബൈക്കുകളിലേക്ക് നിയന്ത്രണം വിട്ടുവന്ന കാർ ഇടിക്കുകയായിരുന്നു. തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നിയന്ത്രണം വിട്ട ബൈക്ക് തൂണിലിടിച്ച് യുവാവ് മരിച്ചു. മരിച്ചത് പൊയ്കമുക്ക് സ്വദേശി വിവേക്. ആറ്റിങ്ങലിൽ നിന്ന് പൊയ്കമുക്ക് ഭാഗത്തേക്ക് പോകുന്നതിനിടെയായിരുന്നു അപകടം. മലപ്പുറം ചങ്ങരംകുളത്ത് ചരക്ക് ലോറിക്ക് പുറകിൽ സ്കൂട്ടർ ഇടിച്ച് ഒരു മരണം. സ്കൂട്ടർ യാത്രികനായ ഗുരുവായൂർ സ്വദേശി രാഘവനാണ് മരിച്ചത്. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പാവിട്ടപ്പുറത്ത് വെച്ചായിരുന്നു അപകടം. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ രാഘവനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. തൃശൂർ കൊരട്ടിയിൽ ടോറസ് ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ യുവതി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മീച്ചിറദേശം സ്വദേശി പാർവതിയാണ് തലനാരിടക്കി രക്ഷപ്പെട്ടത്. തൃശൂർ പാലിയേക്കര ടോൾ പ്ലാസയിൽ നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് പിന്നിൽ ട്രക്കിടിച്ച അപകടം. അപകടത്തിൽ ഒരു കുട്ടി ഉൾപ്പെടെ 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഒരു കാറിനും ലോറിക്കും പിന്നിൽ ട്രക്കിടിച്ചാണ് അപകടമുണ്ടായത്. എറണാകുളം പറവൂരിൽ കണ്ടെയ്നറിന്റെ ബോഡി റോഡിലേക്ക് തെറിച്ച് വീണ് ഇരുചക്ര യാത്രികർക്ക് പരിക്ക്. എറണാകുളത്തേക്ക് പോവുകയായിരുന്ന കണ്ടെയ്നർ മരത്തിന്റെ ശിഖരത്തിലിടിച്ച് വാഹനത്തിന്റെ ബോഡി റോഡിലേക്ക് വീഴുകയായിരുന്നു. വയനാട് സുൽത്താൻ ബത്തേരിയിൽ കേരള ലോട്ടറി ടിക്കറ്റുകൾ കർണാടകയിലേക്ക് കടത്തി വിൽപ്പന നടത്തിയ മലയാളി യുവാവ് പിടിയിൽ. സഹാബുദ്ദീനാണ് കർണാടക അതിർത്തി ചെക്ക് പോസ്റ്റായ മദ്ദൂരിൽ പോലീസ് പിടിയിലായത്. ലോട്ടറി ടിക്കറ്റുകൾ കർണാടകയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് കടത്തുന്നുണ്ടെന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. കോട്ടയം ഏറ്റുമാനൂരിൽ യുവതിക്ക് നേരെ ഗാർഹിക പീഡനം. മദ്യപാനിയായ ഭർത്താവ് ജോമോനും ഭർത്തൃമാതാവും ചേർന്ന് തന്നെയും 19-കാരിയായ മകളെയും ക്രൂരമായി പീഡിപ്പിക്കുന്നുവെന്നാണ് യുവതിയുടെ പരാതി. ചൂടുകാലത്ത് രാത്രിയായാൽ വൈദ്യുതി തടസ്സപ്പെടുത്തിയാണ് ഉപദ്രവം. കോടതിയുടെ ഉത്തരവ് പ്രകാരമാണ് ഇപ്പോൾ ഭർത്താവിന്റെ വീട്ടിൽ കഴിയുന്നത്.
നിരന്തരമുള്ള ഉപദ്രവവും ഒപ്പം ആത്മഹത്യയ്ക്കായി പ്രേരിപ്പിക്കുന്നുവെന്നും യുവതി. കൊല്ലം ചാത്തന്നൂരിൽ ഭിന്നശേഷിക്കാരിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ 56-കാരൻ അറസ്റ്റിൽ. കുടുക്കറപ്പണ സ്വദേശി യശോധരനാണ് അറസ്റ്റിലായത്. വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് പ്രതി കുട്ടിയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നു. നിലവിളി കേട്ടെത്തിയ നാട്ടുകാരാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃശൂരിൽ ബാലികയെ ലൈംഗിക പീഡനത്തിന്റെ ഇരയാക്കാൻ ശ്രമിച്ച കരാട്ടെ ട്രെയിനർക്ക് പോക്സോ കോടതിയുടെ ശിക്ഷ. അയ്യന്തോൾ സ്വദേശി സുരേഷ് കുമാറിനെയാണ് തൃശൂർ സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത്. 2023-ൽ കരാട്ടെ പരിശീലനത്തിനായി എത്തിയ 10 വയസ്സുകാരിയെ പ്രതി പീഡിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു. കൊല്ലം പനയത്ത് തർക്കത്തിനിടെ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ പ്രതി അറസ്റ്റിൽ. പ്രതി അജിത്തിനെ അഞ്ചാലുമൂട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. പനയം സ്വദേശി അനിൽകുമാറിനെ ഉത്സവത്തിന്റെ വിളക്കിനോടനുബന്ധിച്ചുണ്ടായ തർക്കത്തിനിടെ പ്രതി കുത്തുകയായിരുന്നു. ആക്രമണം തടയാൻ വന്ന യുവാവിനും കുത്തേറ്റു. ഇടുക്കി മൂന്നാർ GH റോഡിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ സംഘർഷത്തിൽ 2 യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. സംഘർഷം നിയന്ത്രിക്കാനെത്തിയ ട്രാഫിക് പോലീസ് ഉദ്യോഗസ്ഥന് നേരെയും ആക്രമണമുണ്ടായി. ഈ സംഭവത്തിൽ 5 യുവാക്കളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ ശംഖുബസാർ ഇരട്ട കൊലപാതക കേസിലെ പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം കഠിന തടവും 4 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു. പടിഞ്ഞാറെ വെമ്പല്ലൂർ സ്വദേശി രശ്മിത്, ദേവൻ എന്നിവർക്കാണ് തൃശൂർ ഫസ്റ്റ് ക്ലാസ് അഡീഷണൽ ജില്ലാ കോടതി ശിക്ഷ വിധിച്ചത്. തൃശൂർ പാവറട്ടിയിൽ നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയെ കാപ്പ ചുമത്തി നാടുകടത്താൻ ഉത്തരവായി. ആനക്കര സ്വദേശി അഭിഷേകിനെതിരെയാണ് കാപ്പ ചുമത്തിയത്. 6 മാസക്കാലത്തേക്കാണ് പ്രതിയെ നാടുകടത്താൻ ഉത്തരവായത്. തൃശൂർ പുത്തൂരിൽ പോലീസ് വീട്ടിൽ നിന്ന് സ്പിരിറ്റ് പിടിച്ചെടുത്തതിന് പിന്നാലെ ജീപ്പ് ഡ്രൈവർ ജീവനൊടുക്കി. പുത്തൂർ കൈനൂർ സ്വദേശി ജോഷിയാണ് മരിച്ചത്. ജോഷിയുടെ വീട്ടിലെ ബാത്റൂമിൽ സൂക്ഷിച്ച 35 ലിറ്ററോളം സ്പിരിറ്റ് പോലീസ് പിടികൂടിയിരുന്നു. മ്യാൻമാർ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 1700-ആയി. 3500-ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റോഡുകളും പാലങ്ങളും തകർന്നത് രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുന്നു. രക്ഷാപ്രവർത്തനത്തിനിടെ തുടർചലനങ്ങൾ ഉണ്ടായെന്നും റിപ്പോർട്ട്. സഹായവുമായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പലുകളായ INS കർമുഖും LCU 52-ഉം മ്യാൻമറിലെ യാങ്കോണിലേക്ക് യാത്ര തിരിച്ചതായി വിദേശകാര്യമന്ത്രി S ജയശങ്കർ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് മുന്നറിയിപ്പുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. യുക്രൈനുമായുള്ള വെടിനിർത്തലിൽ ആഴ്ചകളായിട്ടും പുരോഗതിയില്ലാത്തതിനാൽ ട്രംപ് അതൃപ്തി പ്രകടിപ്പിച്ചു. ആഴ്ചകളായി തുടരുന്ന ശ്രമങ്ങൾ എങ്ങും എത്താത്തതിൽ ട്രംപ് റഷ്യയെ കുറ്റപ്പെടുത്തി. താൻ നിരാശനാണെന്ന് ട്രംപ് NBC ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. റഷ്യ വെടിനിർത്തലിന് സമ്മതിച്ചില്ലെങ്കിൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്ക് 50% തീരുവ ചുമത്തുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി. മൂന്നാം തവണയും അമേരിക്കൻ പ്രസിഡന്റാകുമെന്ന് ഡൊണാൾഡ് ട്രംപ്. ടെലിവിഷൻ അഭിമുഖത്തിലാണ് ട്രംപ് ഇക്കാര്യം വ്യക്തമാക്കിയത്. 2029-ലെ 2ാം കാലാവധി അവസാനിച്ചാൽ 3ാമതും പ്രസിഡന്റായി തുടരുന്നതിനെതിരെയുള്ള ഭരണഘടനാ തടസ്സം നീക്കാനുള്ള മാർഗം തേടുമെന്നും ട്രംപ്. ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് തുടർച്ചയായി 4 തവണ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ശേഷമാണ് 1951-ൽ ഭരണഘടനാ ഭേദഗതി വരുത്തിയത്. ഒരു വ്യക്തിയും 2 തവണയിൽ കൂടുതൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പാടില്ലെന്നാണ് 22ാം ഭേദഗതി നിർദ്ദേശിച്ചത്. ഈ ഭേദഗതിയിൽ തിരുത്തൽ വരുത്തുമെന്നാണ് ട്രംപ് നൽകിയ സൂചന. തിരുവനന്തപുരം നെടുമങ്ങാട് ലഹരിവിരുദ്ധ ബോധവൽക്കരണ വാക്കത്തോൺ സംഘടിപ്പിച്ചു. വർത്തമാനകാല ജീവിതത്തിൽ യുവജനങ്ങളെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. നെടുമങ്ങാട് എക്സൈസ് സർക്കിൾ ഓഫീസും നെടുമങ്ങാട് KVSM ഗവൺമെന്റ് കോളേജിലെ NSS യൂണിറ്റും ചേർന്നാണ് വാക്കത്തോൺ സംഘടിപ്പിച്ചത്. കൊച്ചി റിഫൈനറിയിൽ നിന്ന് പുറത്തു വന്ന രാസമാലിന്യം കൊണ്ട് നിറയുകയാണ് അയ്യൻകുഴി പ്രദേശം. വായു, ജല, ശബ്ദ മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടി ജീവിക്കുകയാണ് അയ്യൻകുഴിയിലെ 45 കുടുംബങ്ങൾ. അയ്യൻകുഴി നിവാസികളുടെ സമരം 140 ദിവസം പിന്നിട്ടു. തൃശൂർ വെങ്കിടങ്ങിൽ ഖത്തർ KMCC മണലൂർ നിയോജക മണ്ഡലം റിലീഫ് ഫണ്ട് വെങ്കിടങ്ങ് പഞ്ചായത്തിൽ വിതരണം ചെയ്തു. 1 ലക്ഷത്തോളം രൂപയുടെ സാമ്പത്തിക സഹായമാണ് ഖത്തർ KMCC മുസ്ലിം ലീഗ് വെങ്കിടങ്ങ് പഞ്ചായത്ത് കമ്മിറ്റിയുടെ സഹകരണത്തോടെ വിതരണം ചെയ്തത്. തിരുവനന്തപുരം വെമ്പായം അബുദാബി KMCC നെടുമങ്ങാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കന്യാകുളങ്ങര സ്വദേശിക്ക് കുടിവെള്ള കിണർ നിർമ്മാണ സഹായം നൽകി. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം അഡ്വക്കേറ്റ് കടിയാപുരം ഹലീം സഹായം നൽകി ഉദ്ഘാടനം ചെയ്തു.
കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ 33ാമത് ഇടുക്കി ജില്ലാ സമ്മേളനം അടിമാലിയിൽ നടന്നു. അഡ്വക്കേറ്റ് എ രാജ MLA പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രതിനിധി സമ്മേളനം സംഘടനാ ജനറൽ സെക്രട്ടറി ആർ രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ തലവടി പഞ്ചായത്തിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിച്ചതിൽ കേന്ദ്ര സർക്കാരിനും പ്രധാനമന്ത്രിക്കും അഭിനന്ദന കത്തയച്ച് തൊഴിലാളികൾ. തൊഴിലുറപ്പ് തൊഴിലാളികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പോസ്റ്റ് കാർഡായിട്ടാണ് അയച്ചത്. ചെങ്ങന്നൂരിലെ പേരിശ്ശേരി സെന്റ് മേരീസ് ഓർത്തഡോക്സ് വലിയ പള്ളിയിൽ ശ്രാദ്ധ പെരുന്നാളിന് തുടക്കമായി. കൊടിയേറ്റ് കർമ്മം ഫാദർ കോരിച്ചെറിയാൻ, ഫാദർ രഞ്ജിറ്റി ജോൺ എന്നിവരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്നു. 4-5 തീയതികളിലാണ് പ്രധാന പെരുന്നാൾ. തിരുവനന്തപുരം പൂവത്തൂരിൽ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ശുചീകരണ പ്രവർത്തനം സംഘടിപ്പിച്ചു. CPIM പൂവത്തൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന പരിപാടി പരിസര ശുചീകരണ പരിപാടി ഏരിയ കമ്മിറ്റി അംഗം SS ബിജു ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി മാങ്കുളം ഗ്രാമപഞ്ചായത്തിന്റെ നവീകരിച്ച ഫ്രണ്ട് ഓഫീസിന്റെ ഉദ്ഘാടനവും മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായുള്ള തദ്ദേശ സ്ഥാപനതല ശുചിത്വ പ്രഖ്യാപനവും നടന്നു. അഡ്വക്കേറ്റ് എ രാജ MLA പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. കോട്ടയം വേമ്പനാട് കായലിൽ 7 കിലോമീറ്റർ നീന്തിക്കടന്ന് 5 വയസ്സുകാരി. വൈക്കം ഗവൺമെന്റ് LP സ്കൂളിലെ LKG വിദ്യാർത്ഥി പാർവതിയാണ് കായൽ നീന്തിക്കടന്നത്. കോഴിക്കോട് ജില്ലയിലെ ചേളന്നൂർ പഞ്ചായത്തിൽ പാലത്ത് ജുമുഅത്ത് പള്ളിയിൽ ലഹരി വിരുദ്ധ പ്രതിജ്ഞ സംഘടിപ്പിച്ചു. KNM സംസ്ഥാന സെക്രട്ടറിയും മഹല്ല് പ്രസിഡന്റുമായ പാലത്ത് അബ്ദുറഹിമാൻ മദനി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ലഹരിയെ തുടച്ചു നീക്കുവാൻ എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും അബ്ദുറഹിമാൻ. പെരുന്നാൾ നമസ്കാരത്തിന് PT അബ്ദുൽ ലത്തീഫ് സുല്ലമി നേതൃത്വം നൽകി. തൃശൂർ മണലൂർ പഞ്ചായത്ത് സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായി പ്രഖ്യാപനം നടത്തി. ഉദ്ഘാടനം മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സൈമൺ തെക്കത്ത് നിർവഹിച്ചു. അതിവേഗ വാർത്തയിൽ ഇനിയൊരു ഇടവേള. നിങ്ങൾക്കേവർക്കും ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സിന്റെ ഈദാശംസകൾ. ചിന്നൂസ് ഫാഷൻ ജ്വല്ലേഴ്സ്, ആശുപത്രി മുക്ക്, കുണ്ടറ. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. അതിവേഗ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അമൃത് വേണി ഹെയർ എലിക്സിർ, സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ. ഇൻ അസോസിയേഷൻ വിത്ത് ധനലക്ഷ്മി ഹെയർ പർച്ചേസ് ആൻഡ് ലീസിംഗ് ലിമിറ്റഡ്. കവിത ഗോൾഡൻ ഡയമണ്ട്സ്, ചൂസ് യുവർ സ്പെഷ്യൽ. Kairali Agriculture Multi-State Cooperative Society Limited. മൈ ചോയ്സ്, 4 ആൾ അറിയുന്ന പുട്ട്. ഇനി സ്പൈസസും. മൈ ചോയ്സ്, ക്വാളിറ്റിയിൽ നോ കോംപ്രമൈസ്. My G Future. Experience the next. Southern Multi-State Cooperative Credits and Multi-Purpose Society Limited. HUID 916 സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ബോബി ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ്. ഇത്തിരി ക്യൂട്ടി, ഒത്തിരി ബ്യൂട്ടി. മിൽമ ഐസ്ക്രീം, ഫ്രണ്ട്സിന്റെ അത്രയും ഫ്ലേവേഴ്സ്. അതിവേഗ വാർത്ത തുടരുന്നു. നെടുമങ്ങാട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുത്ത് ജോയിന്റ് കൗൺസിൽ നെടുമങ്ങാട് മേഖലാ കമ്മിറ്റി ജീവനക്കാർ. സിന്തറ്റിക് ലഹരി, സൈബർ കുറ്റകൃത്യങ്ങൾ എന്നിവയ്ക്കെതിരെ ഭരണകൂട നടപടികൾ ശക്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് ജോയിന്റ് കൗൺസിൽ ചെയർമാൻ KP ഗോപകുമാർ അഭിപ്രായപ്പെട്ടു. നെടുമങ്ങാട് KSHB ഹാളിൽ സംഘടിപ്പിച്ച ലഹരി വിരുദ്ധ ബോധവൽക്കരണവും ഇഫ്താർ സംഗമവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മലപ്പുറം തിരുനാവായ മദ്രസ 10ാം ക്ലാസ് പൊതുപരീക്ഷയിൽ മുഴുവൻ മാർക്കും നേടിയ പല്ലാർ ചൂണ്ടിക്കൽ K ഫാത്തിമ ഷിഫയ്ക്ക് നാടിന്റെ ആദരം. വടക്കേ പല്ലാർ അലാമുദ്ദീൻ ഹയർ സെക്കൻഡറി മദ്രസയിൽ നിന്നാണ് 100% മാർക്ക് വാങ്ങി ഫാത്തിമ വിജയിച്ചത്. കണ്ണൂർ ആറളം ഫാമിലെ അടിക്കാടുകൾ വെട്ടിത്തെളിക്കാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും കൂടുതൽ പണം അനുവദിക്കണമെന്ന നിരീക്ഷണ സമിതി. സണ്ണി ജോസഫ് MLA അധ്യക്ഷതയിൽ ചേർന്ന ആറളം ഫാം നിരീക്ഷണ സമിതി യോഗത്തിലാണ് ആവശ്യം ഉന്നയിച്ചത്. മേഖലയിലെ 35 ഏക്കറോളം പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടിത്തെളിച്ചു. ഇതിനായി 2 ലക്ഷത്തിലധികം രൂപ ചിലവഴിച്ചതായും അധികൃതർ യോഗത്തെ അറിയിച്ചു. കാട്ടാനകൾ താവളമാക്കാനിടയുള്ള കൂടുതൽ പ്രദേശത്തെ അടിക്കാടുകൾ വെട്ടുന്നതിനാവശ്യമായ പണം ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്നും ലഭ്യമാക്കണമെന്ന് യോഗം ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടു.
തൃശൂർ കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷന്റെ പുനരുദ്ധീകരിച്ച സ്ലൈവർ പ്ലാന്റ് ഉദ്ഘാടനം സുരേഷ് ഗോപി MP നിർവഹിച്ചു. സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ലക്ഷ്മി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ധനസഹായത്തോടു കൂടിയാണ് പ്ലാന്റ് പുനരാരംഭിച്ചത്. മലപ്പുറം വളാഞ്ചേരിയിൽ നഗരസഭയുടെ 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി SC/SC വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം കോട്ടയ്ക്കൽ നിയോജക മണ്ഡലം MLA ആബിദ് ഹുസൈൻ തങ്ങൾ നിർവഹിച്ചു. നഗരസഭാ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ഇരുമ്പിളിയം പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്കുള്ള മട്ടുപ്പാവ് കൃഷി മൺചട്ടി വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് PT ഷഹനാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ VT അമീർ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരത്ത് കടൽ സംരക്ഷണത്തിനായും ലഹരിക്കെതിരെയും ഏകതാ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ പദയാത്ര സംഘടിപ്പിച്ചു. അഡ്വക്കേറ്റ് എറിക് സ്റ്റീഫന്റെ നേതൃത്വത്തിൽ നടത്തിയ പദയാത്ര തിരുവനന്തപുരം ലത്തീൻ അതിരൂപത സഹായ മെത്രാൻ ഡോക്ടർ ക്രിസ്തുദാസ് സാർ ഉദ്ഘാടനം നിർവഹിച്ചു. അഡ്വക്കേറ്റ് മോൻസ് ജോസഫ് MLA പദയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തു. കൊല്ലം അഷ്ടമുടിക്കായലിന്റെ പുനരുജ്ജീവനത്തിന്റെ ഭാഗമായി 2ാം ഘട്ട കണ്ടൽ വനവൽക്കരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ കടലിന്റെ മക്കൾ കൂട്ടായ്മയുടെ പ്രസിഡന്റ് A. പീറ്ററിന് കണ്ടൽ തൈ കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിച്ചു. കൊല്ലം കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ നടന്ന പരിപാടിയിൽ നിരവധി ആളുകളാണ് പങ്കെടുത്തത്. തൃശൂർ മണലൂരിൽ കൊടകര കുഴൽപ്പണ കേസിൽ BJP ഒഴിവാക്കിയ ED നിലപാടിനെതിരെ പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. CPIM മണലൂർ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗം ജില്ലാ കമ്മിറ്റി അംഗം AS കുട്ടി ഉദ്ഘാടനം ചെയ്തു. ഏരിയ സെക്രട്ടറി PA രമേശൻ അധ്യക്ഷത വഹിച്ചു. രാജഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ട പഴയ ആലുവ മൂന്നാർ രാജപാത സഞ്ചാരത്തിനായി തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തം. നിലവിൽ വനം വകുപ്പ് അധീനപ്പെടുത്തിയിട്ടുള്ള ഈ പാതയിലൂടെ യാത്ര അനുവദനീയമല്ല. ശുചിത്വ ബോധവൽക്കരണത്തിനായി ചിത്രങ്ങൾ ഒരുക്കി ഒരു കലാകാരൻ. തൃശൂർ മച്ചാട് സ്വദേശി ഷാജു കുറ്റിക്കാടനാണ് പെയിന്റിങ്ങുകൾ തീർത്തത്. ശുചിത്വ സുന്ദര മച്ചാട് എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ഷാജു ചിത്രങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. ആലപ്പുഴ ചെങ്ങന്നൂരിൽ സെന്റ് തോമസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിൽ ദ്വിദിന സൈബർ സുരക്ഷാ ശില്പശാല നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ഇലക്ട്രോണിക് വിവര സാങ്കേതിക വിദ്യാ മന്ത്രാലയവും അമൃത സർവകലാശാലയും സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. തിരുവനന്തപുരം കാട്ടാക്കടയിൽ ഹോളോബ്രിക്സ് കമ്പനി തുരുമ്പെടുത്ത് നശിക്കുന്നതിൽ റീത്ത് സ്ഥാപിച്ച് പ്രതിഷേധിച്ചു. പൂവച്ചൽ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കട്ടക്കോട് തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു. ആലപ്പുഴ കുട്ടനാട്ടിൽ നെല്ല് സംഭരണ പ്രതിസന്ധിക്കെതിരെ പ്രതിഷേധ സമരം നടത്തി. സമരം കാത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ സെക്രട്ടറി ടോമിച്ചൻ അയ്യരുകുളങ്ങര ഉദ്ഘാടനം ചെയ്തു. പാഡി മാർക്കറ്റിംഗ് ഉദ്യോഗസ്ഥരും മില്ലുടമകളും ഇപ്പോൾ നടത്തുന്ന അവിശുദ്ധ കൂട്ടുകെട്ട് അവസാനിപ്പിക്കാൻ സർക്കാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്നും അനാവശ്യ കിഴിവ് ഈടാക്കി കർഷകരുടെ ആത്മവീര്യം തകർക്കരുതെന്നും സമരത്തിൽ ആവശ്യം. തൃശൂരിൽ CPIM മണലൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. CPIM മണലൂർ ഏരിയ കമ്മിറ്റി മെമ്പർ AV ശ്രീവത്സൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. KV ഡേവിസ് അധ്യക്ഷനായി. തിരുവനന്തപുരം നെടുമങ്ങാടിൽ ലഹരിക്കെതിരെ ലഹരി വിരുദ്ധ ബോധവൽക്കരണം നടത്തി. ജോയിന്റ് കൗൺസിൽ നെടുമങ്ങാട് മേഖലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ പരിപാടി ജോയിന്റ് കൗൺസിൽ ചെയർമാൻ KP ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. മേഖലാ വൈസ് പ്രസിഡന്റ് JK ഷിബു അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ചങ്ങരംകുളത്ത് ലഹരിക്കെതിരെ കാലോചിത നിയമനിർമ്മാണം നടപ്പാക്കാൻ സർക്കാർ സന്നദ്ധമാകണമെന്ന് പന്താവൂർ ഇർഷാദിൽ നടന്ന മാധ്യമപ്രവർത്തകരുടെ ടേബിൾ ടോക്കിൽ അഭിപ്രായപ്പെട്ടു. ലഹരിക്കെതിരെ നടന്നുവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് സംഘടിപ്പിച്ച പരിപാടി. കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ ലഹരി ഉപയോഗത്തിനെതിരായി ലഹരി വിരുദ്ധ സന്ദേശയാത്ര നടത്തി. ഹൃദയത്തിലെന്നും എൻ്റെ ഗ്രാമം പദ്ധതിയുടെ ഭാഗമായി നടത്തിയ യാത്ര വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. AR റോഡ് ബസ് സ്റ്റോപ്പ് പരിസരത്ത് നിന്ന് ആരംഭിച്ച സന്ദേശയാത്ര പെരിങ്ങോട്ടുകര 4 കൂടിയ സെന്ററിൽ സമാപിച്ചു. തൃശൂർ കാഞ്ഞാണി അന്തിക്കാട് മൾട്ടിപർപ്പസ് കോപ്പറേറ്റീവ് സൊസൈറ്റി നവീകരിച്ച ഹെഡ് ഓഫീസിന്റെ ഉദ്ഘാടനം ഏപ്രിൽ 1 നടക്കുമെന്ന് അറിയിച്ചു. അന്തിക്കാട് മണലൂർ ഗ്രാമപഞ്ചായത്ത് പ്രദേശങ്ങൾ പ്രവർത്തന മേഖലയായി കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി അന്തിക്കാട് സെന്ററിൽ പ്രവർത്തിച്ചു വരികയാണ്. സാധാരണക്കാരുടെ അഭയകേന്ദ്രമായി സർക്കാർ നിയന്ത്രണത്തോടെയാണ് പ്രവർത്തനം.
തൃശൂർ മണലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ലഹരി വിരുദ്ധ റാലിയും സദസ്സും സംഘടിപ്പിച്ചു. ഹയർ സെക്കൻഡറി സ്കൂളിന്റെയും LP സ്കൂളിന്റെയും നേതൃത്വത്തിലാണ് സദസ്സും റാലിയും സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അമ്മാടം പാർലത്തെ മഹാത്മാ LP സ്കൂളിന്റെ 77ാമത് ആനുവൽ ഡേ ആഘോഷിച്ചു. പാർലം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം നിർവഹിച്ചു. 4ാം ക്ലാസ്സിൽ നിന്നും വിജയിച്ചു പോകുന്ന കുട്ടികൾക്കുള്ള സൈക്കിൾ വിതരണവും ചടങ്ങിൽ നടന്നു. മലപ്പുറം വളാഞ്ചേരി പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമവും സ്നേഹവിരുന്നും സംഘടിപ്പിച്ചു. മുനിസിപ്പൽ ചെയർമാൻ അഷ്റഫ് അമ്പലത്തിങ്ങൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് MT അസീസ് അധ്യക്ഷത വഹിച്ചു. തൃശൂർ പെരിങ്ങോട്ടുകരയിൽ കാഴ്ചയില്ലാത്തവർക്ക് കാഴ്ചയേകാൻ നേത്രദാന സമ്മതപത്രവുമായി കത്തോലിക്ക കോൺഗ്രസ്. മരണശേഷം നേത്രദാനം ചെയ്യുന്നതിനോടുള്ള സമ്മതപത്ര വിതരണോദ്ഘാടനം പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടത്തി. കേരള ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ അങ്കമാലി എന്നിവരുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. ആലപ്പുഴ എടത്വ സെന്റ് അലോഷ്യസ് കോളേജിന് മികച്ച NSS യൂണിറ്റിനുള്ള മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ അവാർഡ് ലഭിച്ചു. മികച്ച പ്രോഗ്രാം ഓഫീസറായി മനോജ് സേവ്യറിനെയും മികച്ച വളണ്ടിയറായി S ഹരികൃഷ്ണനെയും തെരഞ്ഞെടുത്തു. ചടങ്ങിൽ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അവാർഡുകൾ വിതരണം ചെയ്തു. തൃശൂർ മണലൂരിൽ BJP മണലൂർ മണ്ഡലം സമ്പൂർണ്ണ സമിതി യോഗം സംഘടിപ്പിച്ചു. യോഗത്തിൽ കുടിവെള്ള സ്രോതസ്സുകളും കർഷകരുടെ കൃഷിയിടങ്ങളും സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. തൃശൂർ സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് യോഗം ഉദ്ഘാടനം ചെയ്തു. അതിവേഗ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം. ചേച്ചി, ഹൈടെക് വീടിന് ഹൈടെക് TV. ഹ്യൂറിക്സോ? അയ്യോ വേണ്ട.